ഗയ്സ്, എങ്ങനെ ഫോക്സി എം സി കളിക്കണമെന്ന് പറഞ്ഞുതരാം. നേരെ മോജോ ഓപ്പൺ ചെയ്യുക. മോജോയിൽ ഫസ്റ്റ് നിങ്ങൾക്ക് കയറുമ്പോൾ ഒരു വെർഷൻ അയക്കും. എന്നിട്ട് ആഡ്, എന്നിട്ട് ഫാബ്രിക്കിൽ വെർഷൻ 20.11 കൊടുത്തിട്ട് ഇൻസ്റ്റാൾ അടിക്കുക. അതിന് ശേഷം ബാക്ക് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സെറ്റിങ്സിലോട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ കൊടുക്കാം. പ്ലേ കൊടുത്ത് കഴിഞ്ഞ് സേവ് നിൽക്കിയിട്ട് വേണം പ്ലേ അടിക്കാൻ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സേവ് അടിച്ച് പ്ലേ കൊടുക്കുക. പ്ലേ കൊടുത്തതിന് ശേഷം ഗെയിം ഫുൾ ഡൗൺലോഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. അത് ഫുൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഗെയിം ലോഡാകാൻ നിൽക്കുക. കുറേ പാട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ വരില്ല. ഇനി അടുത്തത് എങ്ങനെ ഗെയിമിൽ കയറാനുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ലോഞ്ചർ ഓപ്പണായിട്ട് ലോഡായി വരും. അപ്പോൾ ലോഞ്ചർ ലോഡായിട്ട് ഇങ്ങനെ ഒരു സ്ക്രീൻ വരാം. ലോഞ്ചർ ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൾട്ടിപ്ലെയർ ഓപ്ഷൻ നിൽക്കണം. അത് ലോഡായി വരട്ടെ. സ്ക്രീൻ ലോഡായി വന്നിട്ട് നമുക്ക് മൾട്ടിപ്ലെയർ ഓപ്ഷൻ ഞെക്കി അവിടെ സെർവറിൻ്റെ IP അടിക്കണം. ഓക്കെ, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗെയിം ലോഡാവട്ടെ. എൻ്റെ വീഡിയോ വോയിസ് ഓവർ ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യണതാണ് ഇപ്പോൾ കറൻ്റ്. ഓക്കെ, അപ്പോൾ ഗെയിം ലോഡായി. മൾട്ടിപ്ലെയർ നിൽക്കുക. അതിനകത്ത് ആഡ് സെർവറിൻ്റെ IP അഡ്രസ്സിൽ കൊണ്ടുപോയി IP അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഡൺ കൊടുക്കുക നിങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഞാൻ അവിടെ സേവ് ചെയ്ത കാരണമുണ്ട് എനിക്ക് ഡൺ കൊടുക്കണ്ട, നേരിട്ട് സെർവറിനകത്ത് കയറി കളിച്ചാൽ മതി. അപ്പോൾ ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല, കയറി ജോയിൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് കണക്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ സെർവറിലോട്ട് അവസാനം കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പാസ്വേഡ് അടിക്കാനുണ്ട്. പാസ്വേഡ് അടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. സെർവർ ലോഡായിട്ട് പാസ്വേഡ് അടിക്കണം. അതെങ്ങനെ അടിക്കാമെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ സെർവറിനകത്ത് കയറുകയാണ്. അപ്പോൾ കയറിയതിന് ശേഷം നമ്മൾ /register എന്ന് പറഞ്ഞിട്ട് അടിക്കണം. ഓക്കെ, കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നമ്മുടെ സെർവറിൽ കയറി ഇപ്പോൾ ചാറ്റ് എടുത്ത് ചാറ്റിൽ കീബോർഡ് വെച്ചിട്ട് /register എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്ത് കമാൻഡ് ടൈപ്പ് ചെയ്യണം ഇനിയിപ്പോൾ. ഓക്കെ, കീബോർഡ് ഓപ്പൺ, നമ്മുടെ ചാറ്റ് ലോഡായിട്ടുള്ള ചാറ്റ് എടുക്കട്ടെ കമാൻഡ്. ഓക്കെ, ഇപ്പോൾ ചാറ്റ് ലോഡായി. /register കാര്യങ്ങളും അടിച്ച് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, രജിസ്റ്റർ കാര്യങ്ങളും. അപ്പോൾ അത് അടിച്ചതിന് ശേഷം നിങ്ങളുടെ പാസ്വേഡ് അടിക്കുക. പാസ്വേഡ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം, ആ സെയിം പാസ്വേഡ് തന്നെ. ഓക്കെ, ഞാൻ ഇവിടെ എൻ്റെതായ പാസ്വേഡ് ഞാൻ കൊടുക്കുവാണ്. പാസ്വേഡ് കൊടുത്ത് നമുക്കിനി സെർവറിനകത്ത് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സെർവറിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാസ്വേഡൊക്കെ അടിച്ച്. അപ്പോൾ ഇനി ഇങ്ങനെ നിങ്ങൾക്ക് സെർവറിൽ കയറി കളിക്കാവുന്നതാണ്. എൻ്റെ കസ്റ്റം കൺട്രോൾസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഞാൻ തരാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. പിന്നെ ഇനി സെർവറിൽ എങ്ങനെ സ്കിൻ ആഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇനി എങ്ങനെ നിങ്ങൾക്ക് സെർവറിൽ സ്കിൻ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ക്രോം എടുക്കാം. ക്രോം എടുത്തതിന് ശേഷം നമുക്ക് സ്കിൻ URL അടിച്ചിട്ട് നമുക്കവിടെ സൈറ്റ് കാണാം. അതിനകത്ത് രണ്ടാമത്തെ കാണുന്ന സൈറ്റാണ് നമ്മുടെ സൈറ്റും കാര്യങ്ങളും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് സ്കിന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അപ്ലോഡ് ചെയ്യണ ലിങ്ക് അപ്ലോഡ് കണ്ട തുറക്കുമ്പോൾ തന്നെ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് കാണാം. ആ പേജ് ഞെക്കി നിങ്ങളുടെ ഇവിടെ ഒരു ഇമേജ് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് ഈ ബ്ലാക്ക് കളർ ഇമേജാണ്, അതിൻ്റെയാണ്. അത് ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബാക്കിൽ കസ്റ്റം ബാക്കിൽ എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് സെലക്ട് ചെയ്ത് ജനറേറ്റ് URL ലിങ്ക് ആക്കി ഇടാം. അപ്പോൾ ഇത് URL ലിങ്ക് സെറ്റ് ആവണ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ URL ലിങ്ക് കിട്ടില്ല. ഇത് വെയിറ്റ് ചെയ്ത് നിന്ന് URL ലിങ്ക് സെറ്റ് ആവണ വരെ ഇതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഓവറോൾ ലുക്ക് കാര്യങ്ങളും. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ട്, ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്.
ഓക്കെ. ഇനി ഇത് ഈ യു ആർ ലിങ്ക് കാര്യങ്ങളും നിങ്ങൾ കോപ്പി അടിക്കണം. ഇത് നിങ്ങൾക്ക് സെറ്റാവുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ യു ആർ ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നേരെ ഗെയിം എടുക്കുക. നിങ്ങളുടെ ഗെയിം എടുത്തിട്ട് ഗെയിമിനകത്ത് സെർവറിനകത്ത് കൊണ്ടുപോയി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സെർവറിനകത്ത് ആഡ് ചെയ്തിട്ട് കാണുന്നതാണ് ഈ സ്കിന്നും കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സ്കിൻ ആഡ് ചെയ്യാം, ബാക്കി എല്ലാം എഡിറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ